കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. നിങ്ങൾ വിടാതെ കണ്ടിന്യൂസ് ആയി പ്രാർത്ഥിക്കണം, വിടാതെ പ്രാർത്ഥിക്കണം. ഈ മെയ് മുതൽ ആരംഭിക്കുന്ന ഒരു പുതിയ ഷിഫ്റ്റിംഗ് എനിക്കറിയാം. അത് ജൂലൈക്കകത്ത് ദൈവം ചെയ്തിരിക്കും. ഈ ഷിഫ്റ്റിങ്ങിൽ ഉണ്ടാകാൻ പോകുന്നത് അസാധാരണമായ അതോറിറ്റി ആളുകളുടെ കൈകളിലേക്ക് കൈമാറ്റപ്പെടും. ഈ ഷിഫ്റ്റിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, വേർഡ് ഓഫ് വിസ്ഡത്തിൻ്റെയും വേർഡ് ഓഫ് നോളജിൻ്റെയും അടുത്തൊരു പ്രതലം നമ്മുടെ സഭയ്ക്ക് ദൈവം തുറന്നു തരും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു പ്രൊഫറ്റിക് വേർഡ് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ദൈവത്തിൻ്റെ തീയെ വെളിപ്പെടുത്തുന്ന, ദൈവത്തെ വെളിപ്പെടുത്തുന്ന ആളുകൾ ഇതിനകത്തുനിന്ന് എഴുന്നേറ്റ് വരും. അസാധാരണമായതെന്തോ എൻ്റെ ദൈവത്തിന് ചെയ്യുവാനുണ്ട്. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേട്ടെ. നമുക്ക് ഈ ദിവസങ്ങളിൽ വേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് സ്പിരിച്വൽ വേൾഡിൽ നിന്ന് ഈ ഫിസിക്കൽ വേൾഡിൽ ഒരു വ്യക്തിപരമായ സന്ദർശനമാണ്. നമുക്ക് പലപ്പോഴും ദൂതന്മാരെ കാണാം, ദൈവിക ദർശനങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഞാൻ ഈ പറയുന്ന തലം എന്ന് പറയുന്നത് അടുത്തൊരു ഉയർന്ന പ്രതലമാണ്. സഭയിൽ ഇതുവരെ ഇല്ലാത്ത അടുത്തൊരു ഉയർന്ന പ്രതലത്തിലുള്ള കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോകുന്നു. ആൾറെഡി ഇറ്റ് ഈസ് സെറ്റിൽഡ്. ആ കാര്യം ദൈവം ചെയ്തു വെച്ചേക്കുക. ഈ ദിവസങ്ങളിൽ അത് മാനിഫെസ്റ്റഡ് ആകാനായി പോകുന്നു. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, ഇൻഡിവിജ്വലായ വിസിറ്റേഷൻ ഉണ്ടാകാൻ പോകുന്നു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നെങ്കിൽ കൈകളുടെ ചെറു നല്ല ആമേൻ പറഞ്ഞു. ഇരിക്കാം നമുക്ക്. ഞാനൊരു വാക്യം വായിക്കുന്നു. ഇന്ന് കുറച്ച് വാക്യങ്ങൾ വായിക്കേണ്ട ദിവസമാണ്. സാധിക്കുന്നവരെ എൻ്റെ കൂടെ ഒന്ന് വായിച്ച് സഹായിച്ചാൽ കൊള്ളാം. സോളിയുടെ നോട്ട് കാണും. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരാം. 1-ാം അധ്യായം എടുക്കാം. എൻ്റെ 2-ാമത്തെയും 3-ാമത്തെയും വായിക്കാം. അവിടെ എഴുതിയിരിക്കുന്ന നിങ്ങളും കൂടെ എടുത്താട്ടെ. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും പറഞ്ഞ് ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ. ഓർക്ക് പറ. ഞാൻ പലപ്പോഴും ആ വാചകം വായിക്കുമ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ പ്രസംഗിച്ചു തുടങ്ങിയത് ദൈവരാജ്യത്തെക്കുറിച്ചായിരുന്നു. ഏകദേശം 3.5 കൊല്ലത്തോളം കർത്താവ് പ്രസംഗിച്ച പ്രസംഗം ദൈവരാജ്യത്തെക്കുറിച്ചായിരുന്നു. ദൈവരാജ്യത്തെക്കുറിച്ച് ധാരാളം കർത്താവ് ഉപമകൾ പറഞ്ഞു. സാധിക്കുമെങ്കിൽ അടുത്ത ആഴ്ചയോ നമുക്കിത് തൊടാം. ദൈവരാജ്യത്തെക്കുറിച്ച് ധാരാളം ഉപമകൾ പറഞ്ഞു. ദൈവരാജ്യത്തെക്കുറിച്ച് ധാരാളം ആശയങ്ങൾ ദൈവം പറഞ്ഞു. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് കർത്താവ് പറഞ്ഞു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ദൈവരാജ്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നതെന്ന് പറഞ്ഞു. നിങ്ങളൊരു കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാമോ? എന്ന് പറഞ്ഞ ദൈവരാജ്യത്തിൻ്റെ ഒരു വലിയ വെളിപ്പെടുത്തലുകൾ യേശു കർത്താവിലൂടെയാണ് ആദ്യം നമ്മൾ കേൾക്കാൻ തുടങ്ങിയത്. പക്ഷെ ഞാനിപ്പോഴും വായിക്കുന്നത് എന്നാന്നറിയോ? വീണ്ടും എഴുതിയിരിക്കുന്നത് വീണ്ടും എന്തൊക്കെയോ വീണ്ടും കർത്താവ് പഠിപ്പിച്ചെന്നാണ്. അതെന്താന്നൊരു പിടിയുമില്ല. എഴുതിയിരിക്കുന്നവരോട് പറഞ്ഞ അതെന്താന്നൊരു പിടിയുമില്ല. ഐ ബിലീവ് നമുക്ക് ഈ ദിവസങ്ങളിൽ ആ കാര്യങ്ങളെ മനസ്സിലാക്കി തരുന്നതിന് നമുക്ക് നന്ദി പറയാം. നിങ്ങൾ അതിന് കൈയടിച്ചില്ലല്ലോ. ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞിട്ട് അടുത്ത വാചകം എഴുതിയിരിക്കുക, ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന്. എല്ലാവരും പറഞ്ഞേ, നമുക്കിത് കേൾക്കുമ്പോൾ വല്ലതും തോന്നുന്നുണ്ടോ? കർത്താവ് ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. നമുക്ക് യേശു ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ വല്ല പ്രയാസമുണ്ടോ? പക്ഷെ 33.5 കൊല്ലം കൂടെ നടന്ന ശിഷ്യന്മാർ, അല്ലെങ്കിൽ 3.5 കൊല്ലം കൂടെ നടന്ന ശിഷ്യന്മാർക്ക് യേശു ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കാൻ എന്തോ പ്രയാസമുള്ള പോലെ തോന്നേ. 3.5 കൊല്ലം യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാരെ താൻ ജീവിച്ചിരിക്കുന്നു എന്ന് പല ദൃഷ്ടാന്തങ്ങളിലൂടെ കർത്താവ് കാണിച്ചു കൊടുത്തിരിക്കുക. അവിടെ എഴുതിയിരിക്കുന്നത് മെനി ഇൻഫാലിബിൾ പ്രൂഫ്സ് എന്ന് എഴുതിയിരിക്കുന്നത്. തെറ്റുപറ്റാത്ത ധാരാളം തെളിവുകളിലൂടെ ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് കർത്താവ് കാണിച്ചു കൊടുത്തു. തെറ്റുപറ്റാത്ത അനേക തെളിവുകളിലൂടെ. അടുത്തിരുന്ന് കാര്യം കൈ കൊടുത്തിട്ട് പറ, തെറ്റുപറ്റാത്ത അനേക തെളിവുകളിലൂടെ. എന്തായിരുന്നു കാണിച്ചു കൊടുത്തത്? താൻ ജീവിച്ചിരിക്കുന്നു എന്ന് കാണിച്ചു കൊടുത്തു. ശിഷ്യന്മാരുടെ ശുശ്രൂഷയുടെ
ബാക്ക് ബോൺ എന്താണ്? അവരുടെ കോൺഫിഡൻസ്, അല്ലെങ്കിൽ അവരുടെ അസാധാരണമായ ധൈര്യം, അവരുടെ അസാധാരണമായ, അവർ കൊല്ലുമെന്ന് പറഞ്ഞാലും മരണമെന്ന് പറഞ്ഞാലും അവർക്ക് ഭയമില്ലായിരുന്നു. അവർ അസാധാരണമായ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരായിരുന്നു. അതിൻ്റെ കാരണം എന്തായിരുന്നു? നമുക്ക് ഒറ്റ ഉത്തരം നമുക്ക് മനസ്സിലാക്കാം. ഒറ്റ ഉത്തരത്തിൽ പറഞ്ഞാൽ, അവരുടെ അകത്ത് നമുക്ക് ഇന്ന് അനുഭവിക്കാൻ കഴിയാത്ത ഏതോ ഒരു രഹസ്യം അവരുടെ അകത്ത് കോൺഫിഡൻസ് ആയിട്ടുണ്ടായിരുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. അതെന്താന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ പറയും. നമ്മുടെ വീടിൻ്റെ അടുക്കലുള്ള ഒരാള് മരിച്ചുപോയി എന്ന് വിചാരിക്കും. അയാൾ 3 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്നാൽ നിങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും? നിങ്ങൾ തന്നെ ശവപ്പെട്ടിയിലാക്കിയത് കണ്ടു, ചിത കൊടുക്കുന്നത് കണ്ടു, കത്തിച്ച് കളയുന്നത് കണ്ടു, അല്ലെങ്കിൽ സെമിട്രി കൊണ്ട് ഈ സെല്ലിനകത്ത് കുഴിച്ചിടുന്നത് കണ്ടു, അല്ലെങ്കിൽ മണ്ണിൻ്റെ അടി കുഴിച്ചിടുന്നത് നിങ്ങൾ കണ്ടു. ജസ്റ്റ് ഇമാജിൻ. അയാൾ 3 ദിവസം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ച് കയറി വന്നുള്ള സ്ഥിതി നീ എന്തിക്കാവോ? അടുത്ത ശവസംസ്കാരം നിങ്ങളുടെ ആയിരിക്കും. ശിഷ്യന്മാരുടെയും പ്രശ്നം അത് തന്നെയായിരുന്നു. നമുക്കിപ്പോ അത് പ്രശ്നമല്ലാതിരിക്കുന്നത് പോലെയല്ല ശിഷ്യന്മാർക്കായിരുന്നത്. അവർക്ക് 3 ദിവസം മുമ്പ് മരിച്ചുപോയ ആള് വീണ്ടും ഞങ്ങളുടെ കണ്ണുകൾക്ക് കാണുന്ന വിധത്തിൽ തിരിച്ചു വന്നിരിക്കുകയാണ്. അവർക്ക് മനസ്സിലായി ആ തിരിച്ചു വന്ന സ്ഥലവും ആ തിരിച്ചു വന്നതിൻ്റെ കാരണവും തിരിച്ചു വന്നത് സത്യമാണെന്നും അങ്ങനൊരു യാഥാർത്ഥ്യ ജീവിതം ഉണ്ടെന്നും അവരുടെ അകത്തേക്ക് കയറിയതാണ് വാസ്തവത്തിൽ അവരുടെ ശുശ്രൂഷയുടെ ബലം എന്ന് പറയുന്നത്. ഓ, അടുത്തിരിക്കുന്നവരോട് പറ, അവർ തിരിച്ചു വന്ന സ്ഥലം, അവർ തിരിച്ചു വന്ന, അല്ലെങ്കിൽ യേശു തിരിച്ചു വന്ന ഇടം, എവിടുന്നാ വന്നത്, എങ്ങനെയാ വന്നത്, എന്താണ്, അവൻ ജീവിച്ചിരിക്കുന്നു എന്ന ആ ഉറപ്പാണ് അവരുടെ ശുശ്രൂഷയെ മുഴുവൻ മാറ്റിക്കളയുവാൻ കാരണമായത്. ഇന്ന് പകൽ നമ്മുടെ അകത്തു നിന്നും ആ ചിന്തകൾ, ലോക ചിന്തകൾ മാറിയിട്ട് നമ്മുടെ അകത്തും ശിഷ്യന്മാർക്ക് നൽകിയ അതേ കോൺഫിഡൻസ് ഉണ്ടാകാൻ പോകും. നമ്മളൊരു വാക്യത്തിലേക്കും കൂടെ വരാം, യോഹന്നാന്റെ ലേഖനങ്ങളിലേക്ക് വരാം. അതിന്റെ 1-ാം അധ്യായം എടുക്കാം, 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് യോഹന്നാൻ പറയുക, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ കണ്ടു, ഞങ്ങൾ നോക്കി, ഞങ്ങൾ അനുഭവിച്ചു. എല്ലാവരും പറഞ്ഞേ, ഞങ്ങൾ കണ്ടു. ഉറക്കെ പറ, ഞങ്ങൾ കേട്ടു. പറ, ഉറക്കെ പറ, ഞങ്ങൾ കണ്ടു, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ നോക്കി, ഞങ്ങൾ തൊട്ട് അനുഭവിച്ചു. ആരെ കുറിച്ചാണ് പറയുന്നേ? സിംപിളി പറയാം, അത് യേശുവിനെ കുറിച്ചാണ്. അവർ കണ്ടതും കേട്ടതും നോക്കിയതും തൊട്ടനുഭവിച്ചതുമാണ് പറയുന്നത്. ഒന്നും കൂടെ പറയാം, അവർ കണ്ടതും കേട്ടതും നോക്കിയതും തൊട്ടനുഭവിച്ചതുമാണ് പറയുന്നത്. അതിന് കുറച്ചും കൂടെ ആധികാരികതയുണ്ട്. താൻ കണ്ടത്, താൻ കേട്ടത്, താൻ തൊട്ടത്, താൻ അനുഭവിച്ചതുമായ ഒരു കാര്യത്തെ പ്രസന്റ് ചെയ്യുമ്പോൾ അവരനുഭവിച്ചതിൽ നിന്നാണ് അവർ സംഭവിക്കുന്നത്. അതായിരുന്നു അവരുടെ കോൺഫിഡൻസ്. അവർക്ക് മനസ്സിലായി യേശു മരിച്ചു എന്നത് നമുക്കറിയാവൂ, യേശു ഉയർത്തെഴുന്നേറ്റത് നമുക്കറിയാവൂ. പക്ഷേ അവരത് കണ്ണുകൊണ്ട് കണ്ടു, അവരെ കൈകൊണ്ട് തൊട്ടു, കണ്ണുകൊണ്ട് കണ്ടു, കൈകൊണ്ട് തൊട്ടു, അവരനുഭവിച്ചു, ചെവി കൊണ്ട് അവനെ കേട്ടു. അവരുടെ കോൺഫിഡൻസിന്റെ ലെവൽ എന്തായിരിക്കും? ഇനി അടുത്ത വാചകം നിങ്ങൾ വായിച്ചാട്ടെ. ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി. ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. അടുത്ത വാചകം, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. നമുക്ക് വല്ല മനസ്സിലായോ? ഞങ്ങൾ കണ്ടും കേട്ടുമായ കാര്യം നിങ്ങളോട് പറയുന്നു. എന്തിനു വേണ്ടിയാ? ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന്. ഞാൻ ആ വാചകത്തെ യോഹന്നാനോടും പ്രസംഗിക്കുന്ന ശുശ്രൂഷകരോടും അത് നിമിത്തം പ്രസംഗം കേട്ട നമുക്ക് അതിലൂടെ, ആ കേട്ടതിലൂടെ ദൈവത്തോട് കൂട്ടായ്മയുണ്ടാകുന്നതിലോടും വാസ്തവത്തിൽ ഞാൻ ചിന്തിച്ചിരുന്നത്. പക്ഷെ നിങ്ങൾ അതിന്റെ തൊട്ട് താഴത്തെ വാചകം കൂടെ വായിച്ചേ, ഞങ്ങളുടെ കൂട്ടായ്മയോ, എന്നിട്ട് പറയുവാ
ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതെന്ന് എന്ന് പറഞ്ഞിട്ട് പറയുക, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാകുന്നു. നിങ്ങൾ രണ്ടുപേരും വരാവോ? ഓടിവോ. ഒരാൾ ഇവിടെ നിന്നേ, കുറച്ചും കൂടെ മുന്നോട്ട് നിൽക്കണോ? വാ, ഇങ്ങോട്ട് തിരിഞ്ഞേക്കണോ മാറേ. വാ, കൂട്ടായ്മ. എല്ലാവരും പറഞ്ഞേ കൂട്ടായ്മ. നീ അവിടെ പോയി നിന്നേ, തിരിച്ചു വരേ. എനിക്ക് അയാളോട് കൂട്ടായ്മ ആചരിക്കാൻ പറ്റത്തില്ല, എനിക്ക് ഇവനോട് കൂട്ടായ്മ ആചരിക്കാൻ പറ്റും. വാ, ഇപ്പൊ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കാനായി പറ്റും. ആണെന്നോ അല്ലെന്നോ എന്ന് പറഞ്ഞ യേശു കർത്താവിനോടും പിതാവൻ ദൈവത്തോടും യോഹന്നാനെ അങ്ങ് ദൂരെ എന്ന് എന്തോ അനുഭവിക്കുന്നതല്ല, കണ്ട് കേട്ട് സംസാരിച്ച് അനുഭവിക്കാവുന്ന ഒരു ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ മരിച്ചുയർത്തെഴുന്നേറ്റ യേശു അവർക്ക് അന്യനായിരുന്നില്ല, എവിടോ ഇരിക്കുന്ന ദൈവമായിരുന്നില്ല. ഇതേപോലെ വർത്തമാനം പറയാൻ കഴിയുന്ന, കൂട്ടായ്മ ആചരിക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യമായിരുന്നു അവർക്ക്. കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചു ആമേൻ പറ. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വ്യക്തികളെ അടുക്കൽ നിൽക്കുന്നത് പോലെ യേശുവിന്റെ അടുക്കലും പിതാവിന്റെ പ്രസൻസിനെയും അവർ അനുഭവിച്ചിട്ട് അടുത്തിരുന്ന് സംസാരിക്കുന്ന കൂട്ടായ്മയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അവർക്ക് അങ്ങനെ ഒരു ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു. അവരവനെ തൊട്ടിരുന്നു. നമുക്ക് പിടിയിടുന്നില്ല. അവർക്ക് അവനെ തൊടാൻ കഴിഞ്ഞിട്ട് അവനെ നേരിട്ട് കേട്ടിരുന്നു, അവരവനെ നോക്കിയിരുന്നു. യേശു യോഹന്നാൻ പറഞ്ഞത്, ആ സ്ഥലത്തേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുവരുന്നതെന്നാ. എല്ലാവർക്കും ഇത് പിടികിട്ടിയെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ നിങ്ങളെ പറയാം, അതേ പൊസിഷനിലേക്കാണ് യേശു നിങ്ങളെ വിളിക്കുന്നതെന്ന്. ദർശനം കാണുന്ന കാര്യമല്ല, വെളിപ്പാട് പറയുന്ന കാര്യമല്ല, പകരം ഇങ്ങനൊരു കൂട്ടായ്മ യോഹന്നാൻ ഉണ്ടായിരുന്നെന്ന്. അതേ സ്ഥലത്തേക്ക് യേശുവിന് നിങ്ങളെ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ടെന്നോ? ആവാജൊന്ന് വായിച്ചേ, ആവാജ്. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു. ആ കൂട്ടായ്മയിലേക്കാണ് എന്നെ വിളിച്ചിട്ടുള്ളത്, നിന്നെ വിളിച്ചിട്ടുള്ളത് എന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും കൂടെ ഉണ്ടെങ്കിൽ തുള്ളിച്ചാടിയിട്ട് പറ, എന്നെ അവിടേക്കാ വിളിച്ചിട്ടുള്ളതാ. നിങ്ങൾക്ക് ഇതിന്റെ ഗൗരവം കുറച്ചും കൂടെ മനസ്സിലാക്കി തരാം. യേശു കർത്താവ് ശിഷ്യന്മാരോട്, നിക്കോദിമസിനോട് ഒരു വാചകം പറഞ്ഞു, നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ നിനക്ക് കഴിയത്തില്ല. നമ്മൾ ഒത്തിരി എടുത്ത വാചകമാ. എന്ന് പറഞ്ഞാൽ വീണ്ടും ജനിച്ച ആൾക്ക് എന്ത് ചെയ്യാം? ദൈവരാജ്യം കാണാം, ദൈവരാജ്യം അനുഭവിക്കാം. നമ്മൾ വിചാരിച്ചിരുന്നത് ദൈവരാജ്യം കാണുക എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മുടെ ഉള്ളിലുള്ള സങ്കല്പം വേറെയാ. പക്ഷേ വേദപുസ്തകം പറയുന്നത് കാണാം, വേദപുസ്തകം പറയുന്നത് എക്സ്പീരിയൻസ് ചെയ്യാം. എന്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറ. ഈ പകൽ ഈ ചർച്ചിനോടൊരു ദൂത് എനിക്ക് പറയാനുണ്ട്. ചിലരെ അടുത്തൊരു പ്രതലത്തിലേക്ക് വരികയാണ്. ഞാൻ ഈ പറയുന്ന ദൂത് ശ്രദ്ധിച്ചു കേട്ടോണം. നിങ്ങളുടെ ഫെലോഷിപ്പിന്റെ നിലവാരം മാറാൻ പോവുക. നിങ്ങളുടെ കൂട്ടായ്മയുടെ നിലവാരം മാറാൻ പോകുന്നു. നിങ്ങളുടെ ആരാധനയുടെ നിലവാരം മാറാൻ പോകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയുടെ നിലവാരം മാറാൻ പോകുന്നു. നിങ്ങളുടെ ഫെലോഷിപ്പിന്റെ നിലവാരം മാറാൻ പോകുന്നു. എന്ന് പറഞ്ഞാൽ ഞാനാണ് കുറച്ചു നേരത്തിന് യേശു എന്ന് വിചാരിച്ചു, ഇത് യോഹന്നാനെന്ന് വിചാരിച്ചു. യേശു യോഹന്നാന്റെ അടുക്കൽ ചെന്നിട്ട് അവനുമായൊരു ഫെലോഷിപ്പ് സ്ഥാപിക്കുകയാണ്. മരിച്ചു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം നമുക്ക് അങ്ങനെ ഒന്ന് ഡ്രീം ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പറ്റുമോ? യോഹന്നാൻ പറയുവാ, എനിക്ക് കാണാം, എനിക്ക് കേൾക്കാം, എനിക്ക് നോക്കാൻ കഴിഞ്ഞു, എനിക്കിന്ന് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അവിടേക്കാ നീയും വരേണ്ടത്. പിശാച് നമ്മളെ കളിപ്പിച്ച സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകട്ടെ. പിശാച് നമ്മളെ കളിപ്പിച്ച സ്ഥലം. കാണാതെ വിശ്വസിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ.
കാണാതെ വിശ്വസിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. ഞാൻ അതിനെതിരല്ല. യേശു കർത്താവ് ജീവിക്കുന്നു എന്ന് നമ്മൾ കാണാതെ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് കണ്ടുകൂടാ എന്ന് ബൈബിളിൽ എവിടെ എഴുതിയിട്ടില്ല. അതുകൊണ്ട് യേശു പറഞ്ഞില്ല ഇനി നിങ്ങൾക്ക് ആർക്കും എന്നെ കാണാൻ പറ്റത്തില്ല, അതേ വഴിയുള്ളെന്ന് കർത്താവ് പറഞ്ഞില്ല. പകരം അടുത്തിരിക്കുന്നവരോട് പകരം യേശുവിനെ കണ്ടുമുട്ടിയവരല്ല അവനെ കണ്ടു. അതാരും പ്രസംഗിക്കുന്നില്ല. കാണാതെ ഇരിക്കുന്നവർ ഭാഗ്യവാന്മാരെന്നേ പ്രസംഗിക്കുന്നുള്ളൂ. കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. അതുകൊണ്ട് കാണണ്ട, അതുകൊണ്ട് കാണണ്ട, അതുകൊണ്ട് കാണണ്ട എന്നൊരു ചിന്ത അകത്ത് കയറിയിരിക്കുക. അതുകൊണ്ട് കാണണ്ട എന്ന ചിന്ത മാത്രമല്ല, കാണത്തില്ല എന്നൊരു ചിന്തയും കൂടെ തലയിൽ കയറി. വേറൊരാളുടെ തലയിൽ കയറി അനുഭവങ്ങളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ദൈവം നമുക്ക് അനുഭവങ്ങളൊന്നും തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഭാഗ്യപദവി. ഞാനതിനൊന്നും എതിരല്ല. പക്ഷേ ഞാൻ ഈ ദിവസങ്ങളിൽ വ്യത്യസ്തമായൊരു പഠനം നടത്തി. ബൈബിളിലെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടെ എനിക്ക് മനസ്സിലായതാ, യേശുവിൻ്റെ പ്രസംഗം കേട്ടിട്ട് അവനിൽ വിശ്വസിച്ചു എന്ന് പറയുന്ന വാക്കുകൾ 1-2 കിട്ടിയപ്പോൾ അവൻ ചെയ്ത അത്ഭുതങ്ങൾ കണ്ടിട്ട് അവനെ വിശ്വസിച്ചു എന്ന് പറയുന്ന വാക്യങ്ങൾ എനിക്ക് 100 കിട്ടി. അടുത്തിരിക്കുന്നവരോട് പറ, യേശുവിന്റെ പ്രസംഗം കേട്ടിട്ട് വിശ്വസിച്ചവരെക്കാളും ഉണ്ടോ ശ്വാസം പോകുന്ന കാര്യം. ഇത് യൂട്യൂബിൽ പോകുമെന്ന് എനിക്കറിയാം. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ എന്നെ വെച്ചേക്കത്തില്ലെന്നും അറിയാം. ഞാൻ എന്തെങ്കിലും അല്ല പറയുന്നതെന്ന് എനിക്ക് വേദപുസ്തക അടിസ്ഥാനമുണ്ട്, അത് വായിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാ. ഇനി വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച അത് തന്നെ അങ്ങ് പ്രസംഗിച്ചേക്കാം. പക്ഷെ എന്റെ സബ്ജക്റ്റ് മാറിപ്പോവും. അല്ലെങ്കിൽ ഇട ദിവസം ഏതെങ്കിലും ദിവസം പ്രസംഗിച്ചേക്കാം. നിങ്ങൾക്ക് യൂട്യൂബിൽ ആ മെസ്സേജ് ഉണ്ടായാൽ മതിയല്ലോ. എനിക്ക് മനസ്സിലായത്, യേശു ചെയ്ത പ്രവർത്തികൾ കണ്ടിട്ട്, യേശു ചെയ്ത പ്രവർത്തികൾ കണ്ടിട്ട് ഞാൻ പഠിക്കുന്നതായതുകൊണ്ട് ഇതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ. പിന്നെ വായിച്ചു പോകാൻ എനിക്ക് പാടുന്നില്ല. യോഹന്നാൻ 4:45 അവൻ ഗലീലയിലെത്തിയപ്പോൾ ഗലീലക്കാർ തങ്ങളും പെരുന്നാളിൽ പോയി. അവൻ യെരൂശലേമിൽ വെച്ച് പെരുന്നാളിൽ ചെയ്ത ഒക്കെയും കണ്ടതുകൊണ്ട് അവനെ അംഗീകരിച്ചു. പ്രവാചകനെ അത് വായിക്കേണ്ട കാര്യമില്ല. യോഹന്നാൻ 4:50 വാക്യങ്ങൾ എൻ്റെ ഭാഷയിൽ പറഞ്ഞ ഓരോ വാക്യങ്ങളിലും തെളിവാക്കുന്നത് അവനെ അംഗീകരിക്കാൻ കാരണമായത് അവന്റെ പ്രസംഗമായിരുന്നില്ല, അവന്റെ അത്ഭുതങ്ങളായിരുന്നു യേശുവിനെ അവർ അംഗീകരിച്ചത്. പക്ഷെ നമ്മൾ കേട്ടോ എന്നറിയോ, അത്ഭുതമൊന്നും വേണ്ട, വചനം മതി, അത്ഭുതമൊന്നും വേണ്ട, വചനം മതി എന്നാ. ഞാനൊരു സ്റ്റേറ്റ്മെന്റ് കയറി പറയട്ടെ. ഒരു മനുഷ്യൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നത് തെളിയുന്നത് വചനം പ്രസംഗിക്കുന്നതുകൊണ്ടല്ല. നിങ്ങളുടെ ശ്വാസം ഇറങ്ങി പോകുന്നു ഇല്ലയോ എന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഒരു മനുഷ്യൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നത് അവൻ പ്രസംഗിക്കുന്ന വചനത്തോണ്ടല്ല തെളിയപ്പെടുന്നത്, അവനിൽ വെളിപ്പെടുന്ന ദൈവത്തെ കൊണ്ടാണ് തെളിയപ്പെടുന്നത്. അവനിൽ ദൈവം വെളിപ്പെടുന്നില്ലെങ്കിൽ എക്സ് ഓർ വൈ നിങ്ങൾ തീരുമാനിച്ചോ. പക്ഷെ ദൈവം ഒരാളെ തെരഞ്ഞെടുത്താൽ ആ തെരഞ്ഞെടുത്തതിന് അവന്റെ അറ്റസ്റ്റേഷൻ വേണം, അത് അവൻ തെളിയിക്കണം. അതാണ് അത്ഭുതങ്ങൾ എന്ന് പറയുന്നത്. സ്വർഗനോട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനൊരു ഇടപെട്ടു. ഞാൻ തെരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞ, ഞാൻ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞിട്ട് എന്റെ വാക്കുകൾ പറയുന്നവരെല്ലാം എനിക്കറിയുന്നവരല്ല. ഞാൻ ചോദിച്ചു, കർത്താവേ അതെന്താ? നീ നോക്ക്, രാഷ്ട്രീയക്കാരനും പ്രസംഗിക്കുന്നുണ്ട്. നീ തെരഞ്ഞെടുക്കപ്പെട്ടവനാണെന്ന് തെളിയുന്നത് നീ പ്രസംഗം കൊണ്ട് തെളിയിക്കാൻ കഴിയത്തില്ല. നിന്നിൽ അവൻ വെളിപ്പെട്ടാലേ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത ഉണ്ടാകത്തുള്ളൂ. ഇത് നിങ്ങൾ എതിർത്താലും ഇത് നിങ്ങൾ എതിർത്തില്ലെങ്കിലും എനിക്ക് നൺ ഓഫ് മൈ ബിസിനസ്. നിന്നെ തെരഞ്ഞെടുത്തത് നിന്റെ ശുശ്രൂഷയിൽ വെളിപ്പെടണം. നിന്നെ തെരഞ്ഞെടുത്തത് അവൻ അങ്ങനെ തന്നെയാണെന്ന് തെളിയിക്കണം. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് നിന്റെ കൈകളിൽ വെളിപ്പെട്ടു വരണം. അതാണ് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്. പുസ്തകത്തിൽ ദൈവം തെരഞ്ഞെടുത്ത ആരും പ്രസംഗകരായിരുന്നില്ല. അടുത്തിരിക്കുന്നവരോട് പറ, കുഴപ്പമൊന്നുമില്ല, ധൈര്യപൂർവ്വം പറഞ്ഞു. പുസ്തകത്തിൽ ദൈവം തെരഞ്ഞെടുത്തവരാരും എന്തായിരുന്നില്ല, അവർ പ്രസംഗിക്കുന്നവർ മാത്രമായിരുന്നില്ല. ആ പ്രസംഗിക്കുന്നത് യാഥാർത്ഥ്യമായി കാണിച്ചവരായിരുന്നു പുസ്തകത്തിൽ ദൈവം തെരഞ്ഞെടുത്ത എല്ലാവരും. നമ്മുടെ അകത്തൊരു കാര്യം കയറിപ്പോയി, കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, വിശ്വസിക്കാൻ മതി. പക്ഷെ നിങ്ങൾ അറിയേണ്ടത്, കണ്ട് കേട്ട് തൊട്ട്
തൊട്ട് അനുഭവിച്ച് പറയുന്നതും അതങ്ങനെ ഉണ്ട് എന്ന് ചിന്തിച്ച് പറയുന്നതും രണ്ടും രണ്ടാ. നിങ്ങളെന്താ അനങ്ങാത്തെ? നിങ്ങളെന്താ അനങ്ങാത്തെ? ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. എൻ്റെ ജോഹമോനെ അമേരിക്ക പോകുമ്പോൾ പറഞ്ഞു, അപ്പ തണുപ്പൊന്നും എനിക്ക് പ്രശ്നമല്ലെന്ന്. ആദ്യത്തെ 2 ദിവസമൊക്കെ അവനങ്ങനെ പറഞ്ഞു. 3-4 ദിവസം കഴിഞ്ഞ് പറഞ്ഞു, അപ്പ സഹിക്കാൻ വയ്യപ്പ. 19 ഡിഗ്രി 20 ഡിഗ്രി 30 ഡിഗ്രി ഒക്കെ മൈനസ് അനുഭവിക്കാൻ കഴിയും. ഞാൻ പറഞ്ഞു, മോനെ, ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ പോയ സമയത്ത് അവിടെ കേപ്പ് ടൗണിലും ജോഹന്നാസ്ബർഗിലും -5 ആയിരുന്നു. എടാ, പുറത്ത് ബാത്റൂമിൽ പോകാൻ തോന്നത്തില്ല. അവിടുത്തെ തണുപ്പിന്റെ സ്ഥിതി നിനക്ക് ഓ അതൊന്നും വലിയ കാര്യമില്ല. അനുഭവിച്ചപ്പോ മനസ്സിലായിട്ട് പറഞ്ഞു, അപ്പാ പറ്റുന്നില്ലപ്പാ. ഇവിടത്തെ നിങ്ങൾ ഫ്രീസറിൽ കൊണ്ട് കൈവച്ചാലോ ആ തണുപ്പ് അറിയത്തില്ല. അത് -20 ഫ്രീസറിൽ കൊണ്ട് കുറച്ചു നേരം കൈവച്ചാലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഫ്രീസറിൽ കയറി നിങ്ങൾ ഇരിക്കുക എന്ന് പറഞ്ഞ് ചിന്തിച്ചാലും ചിന്തിച്ചു നോക്കി. നിങ്ങളുടെ ഫ്രീസർ മാക്സിമം പോയ ഒരു -8 -4 ഒക്കെ കാണത്തുള്ളൂ. അതിലേക്ക് അതിനപ്പുറത്തോട്ട് നമ്മൾ ഫ്രീസർ തണുപ്പിടത്തില്ല. ഇത് -20. അനുഭവിച്ചവനെ എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. ജോഹ അനുഭവിച്ചപ്പോഴല്ലേ എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായ? ഡൺ. അനുഭവിച്ചവനെ നിങ്ങൾക്കിനി എത്ര തണുപ്പാന്ന് പറഞ്ഞാലും ഇവിടുന്ന് ജോഹ പോകുമ്പോൾ പറഞ്ഞ വാചകം തന്നെ പറയും, അതൊന്നും വലിയ കുഴപ്പമില്ല. അനുഭവിക്കുമ്പോഴേ വിവരം അറിയത്തുള്ളൂ. അടുത്തിരിക്കുന്ന 4-5 പേരുടെ കൈ കൊടുക്കണം. എന്നിട്ട് പറയണം, വിശ്വസിച്ചാൽ മതി, കണ്ടില്ലെങ്കിലും അനുഭവമെങ്കിലും ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുന്ന ബോഷത്തരത്തിൽ നിന്ന് നമുക്ക് പുറത്തു വരാം. പറ, വിശ്വസിച്ചാൽ മതി, കണ്ടാലും കുഴപ്പമില്ല, കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, അനുഭവങ്ങൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്ന ബോഷത്തരത്തിൽ നിന്നും മണ്ടത്തരത്തിൽ നിന്നും പുറത്തു വരാം. കാരണം അനുഭവങ്ങൾ തരാൻ ദൈവം റെഡിയാണ്. വേണ്ട എന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്യണ്ട. ആരെങ്കിലും എന്റെ ഒപ്പം ഉണ്ടെങ്കിൽ കൈ അടിച്ചു ആമേൻ പറ. ദൈവരാജ്യം കാണാനുള്ളതാണ്, ദൈവരാജ്യം അനുഭവിക്കാനുള്ളതാണ്. ഞാൻ ഈ പകൽ ചിലരോടൊരു ദൂത് പറയാം. നിങ്ങളും ഞാനും ആ പ്രതലത്തിലേക്ക് കയറുന്നതിനെയാണ് അടുത്ത പ്രശ്നം, അടുത്ത ലെവൽ എന്ന് പറയുന്നത്. നിങ്ങൾ ഞാൻ പറയുമ്പോ എത്ര പേര് ചാടി പിടിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. നീ അടുത്ത ദൂത് പറയുമോ? കൂടെ ഉണ്ടെങ്കിൽ ചാടി പിടിച്ചോണം. നിങ്ങൾ ഈ പറയുമ്പോൾ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നു പറയുമ്പോൾ എന്താ തലയിൽ വന്നതെന്നറിയോ? യേശു തരുന്ന ദർശനങ്ങൾ, യേശു തരുന്ന അനുഭവങ്ങൾ, തണുപ്പടിച്ചു, കുളിരടിച്ചു, ചൂടടിച്ചു, ഇതൊക്കെയാണ് നമ്മുടെ അനുഭവങ്ങൾ. അല്ല, യേശുവിനെ കാണാൻ കഴിയുന്നു, ദർശനത്തെ കാണാൻ കഴിയുന്നു, ദർശനത്തെ അവന്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നു. ഞാൻ അതല്ല പറയുന്നേ. ഞാൻ പറയുന്നത് യോഹന്നാന്റെ അടുക്കൽ മരിച്ചിട്ട് ഉയർത്തവനായി ചെന്ന യേശുവിനെ നിങ്ങളുടെ അകത്തും നിങ്ങളുടെ വീട്ടിന്റെ മുറിക്കകത്തും ഇപ്പോഴും ഈ ഹോളിനകത്തും അങ്ങനെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുവാൻ ഇപ്പോഴും കഴിയും. ഇപ്പോഴും ഇത് ഞാൻ അഞ്ജലിയിൽ പറഞ്ഞില്ല. ഞാൻ അപ്പോസ്തലന്മാരെ ശ്രദ്ധിച്ചു, പ്രവാചകന്മാരെ ശ്രദ്ധിച്ചു, ഇടയന്മാരെ ശ്രദ്ധിച്ചു, ടീച്ചർമാരെ ശ്രദ്ധിച്ചു, സുവിശേഷകരെ ശ്രദ്ധിച്ചു. അപ്പോസ്തലന്മാരെ ശ്രദ്ധിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അവരേതെങ്കിലും പട്ടണത്തിൽ ചെന്നാൽ ആ പട്ടണത്തെ അവർ പണിഞ്ഞു, ആ പട്ടണത്തെ അവർ ബിൽഡ് ചെയ്തു. ഏതു വിധത്തില്? യേശുവിന്റെ വചനത്തിന് അനുസൃതമായി ആ പട്ടണത്തെ അവർ ബിൽഡ് ചെയ്തു. ചോദ്യമൊന്ന്, അവർക്ക് എങ്ങനെ അതിന് കഴിഞ്ഞു? ഒറ്റ കാരണേ ഉള്ളൂ, മരിച്ചിട്ട് ഉയർത്തവൻ അവരുടെ മുമ്പിൽ, കൺകൾക്ക് മുമ്പിൽ പ്രത്യക്ഷനായതാണ് അവരുടെ കോൺഫിഡൻസിന്റെ രഹസ്യം. അതാണ് അവർ പട്ടണങ്ങളെ പണിഞ്ഞത്, അതാണ് അവർ രാജ്യങ്ങളെ പണിഞ്ഞത്, അതാണ് അവർ രാജ്യങ്ങളെ പണിഞ്ഞത്. രാജ്യങ്ങളെ പണിഞ്ഞ ഒരു ശുശ്രൂഷ ഞാൻ എവിടെങ്കിലും ഇപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ, can I repeat it? രാജ്യങ്ങളെ പണിഞ്ഞ, ദേശങ്ങളെ പണിഞ്ഞ ഒരു ശുശ്രൂഷ ഞാൻ എവിടെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ
അയാൾക്ക് യേശു കർത്താവ് എന്ന് പറയുന്നത് ഒരു അനുഭവമായിരുന്നില്ല. യേശു കർത്താവ് എന്ന് പറയുന്നത് ഒരു തോന്നലായിരുന്നില്ല. അവർ കാണാതെ വിശ്വസിച്ചതായിരുന്നില്ല. പകരം അവരുടെ മുമ്പിൽ വെളിപ്പെട്ട യാഥാർത്ഥ്യമായിരുന്നു. അടുത്തിരിക്കുന്നവരോട് പറ, അവർക്ക് മനസ്സ് കാണാതെ അവർ വിശ്വസിച്ചു എന്ന് പറയുന്ന ആത്മാനുഭവത്തിലല്ല അവര്. അതൊന്നും തെറ്റാന്നല്ല പറയുന്നത് കേട്ടോ. കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. നിങ്ങൾ അങ്ങനെയാണല്ലോ ഇവിടെ എത്തിയത്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, ആ അപ്പോസ്തലന്മാർ, ആ പ്രവാചകന്മാർ, അവരാരും കാണാതെ മാത്രം വിശ്വസിച്ചവരല്ല. അവരക്ഷരീകമായി ദൈവിക സന്ദർശനം അനുഭവിച്ചത്. ആ സന്ദർശനമാണ് അവരെ രാജ്യങ്ങളെ കീഴ്മേൽ മറിക്കാൻ ശക്തിയോടെ പ്രയോജനപ്പെടുത്തിയത്. നമുക്കും വേണം ആ സന്ദർശനം. എനിക്ക് വേണം ആ സന്ദർശനം. എനിക്ക് വേണം ആ സന്ദർശനം. എനിക്ക് വേണം ആ അനുഭവം. എന്റെ കൂടെ ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്നിട്ട് പറ, യേശുവേ എനിക്ക് വേണം ആ അനുഭവം. എനിക്ക് അവിടേക്ക് കയറണം. എനിക്ക് ആ അനുഭവം വേണം. എനിക്ക് അവിടേക്ക് കയറണം. എനിക്ക് ആ അനുഭവം വേണം. പുസ്തകം എഴുതിയിരിക്കുക, ആ കൂട്ടായ്മയിലേക്കാണ് എന്നെ വിളിച്ചിട്ടുള്ളത്. അതിലേക്കാണ് എന്നെ വിളിച്ചിട്ടുള്ളത്. കാണാൻ, കേൾക്കാൻ, അനുഭവിക്കാൻ, തൊടാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചിട്ടുള്ളത്. എങ്കിൽ എനിക്കുള്ളതാ അതാ. എനിക്ക് അനുഭവിക്കാനുള്ളതാ. ഞാൻ അനുഭവിക്കേണ്ടതാ അതാ. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ എന്താ ഞങ്ങൾ അനുഭവിക്കാത്തത്? സ്വർഗ്ഗം എന്നോട് പറഞ്ഞു, അങ്ങനെ അനുഭവിച്ചവർ അനുഭവിച്ചത് പറയാഞ്ഞതാണ് അവരനുഭവിക്കാൻ ഇടയാകാഞ്ഞത്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. യോഹന്നാൻ അനുഭവിച്ചത് പറഞ്ഞത് ഇപ്പോഴും നമ്മൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നും കൂടെ പറയാം, യോഹന്നാൻ അനുഭവിച്ചത് പറഞ്ഞത് ഞാൻ ഇപ്പോഴും അനുഭവിക്കാൻ തയ്യാറാകുന്നത്. എന്നോട് സ്വർഗം പറഞ്ഞു, ആളുകൾ ചിലതിനെ മണ്ണിട്ട് മൂടിക്കളഞ്ഞു. അതിന്റെ കാരണം, ഇന്നലെ ഞാൻ എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ 1.5 മണിക്കൂർ ഫ്ലൈറ്റ് ലേറ്റായി. ഒരു സഹോദരനോട് സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ട് ആളുകൾ ഇങ്ങനെ ആകാത്തത്? എനിക്ക് മനസ്സിലായി, പലരും ഇങ്ങനെയുള്ള അനുഭവങ്ങളുടെ പുറകെ പോയി തെറ്റിപ്പോയവരുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒത്തിരി പേര് അങ്ങനെ തെറ്റിപ്പോയില്ലേ? ഞാനൊരു ചോദ്യം ചോദിച്ചു, തെറ്റിപ്പോയവർ, വിശ്വാസത്തിൽ വന്നിട്ടും തെറ്റിപ്പോയവർ ഒത്തിരി പേരില്ലേ? അവരുടെ കണക്കെടുത്തായിരുന്നെങ്കിൽ നമ്മളിവിടെ നിൽക്കുമായിരുന്നു. ഈ അനുഭവങ്ങളിൽ വന്നിട്ട് തെറ്റിപ്പോയവരില്ലേ? തെറ്റിപ്പോയവരുണ്ടാകാം. അവരെക്കാൾ തെറ്റിപ്പോകാത്ത എത്രയോ ലക്ഷങ്ങൾ കിടക്കുക. അടുത്തിരിക്കുന്നവരുടെ കൈ കൊടുത്തിട്ട് പറ, തെറ്റിപ്പോകുന്നവരുടെ ലിസ്റ്റ് നിർത്ത്. യോഹന്നാനെ പോലെ തെറ്റിപ്പോകാത്ത ചിലരെ നോക്ക്. പറ, തെറ്റിപ്പോയവരുടെ ലിസ്റ്റ് എടുക്കുന്നു നിർത്തോ. തെറ്റിപ്പോകാത്ത യോഹന്നാനെ പോലെ ഇന്നും പ്രയോജനപ്പെടുന്ന ആളുകളെ കാണാം. ഈ മാസത്തെ അപ്ഗ്രഡേഷനാ ഞാൻ പറയുന്നേ. നിങ്ങൾക്ക് ഇത് മനസ്സിലായെങ്കിൽ ഇന്ന് രാത്രി മുതൽ ഉറങ്ങരുത്. ഞാൻ നിങ്ങൾ പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾ എങ്ങനെ ഗ്രഹിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. ഈ രാത്രി മുതൽ പറയണേ, എനിക്ക് അവിടെ എത്തണം. ഐ നീഡ് എ വിസിറ്റേഷൻ. എനിക്ക് ദർശനങ്ങളുണ്ട്. എനിക്ക് ദൈവശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ എനിക്ക് അവിടെ നിൽക്കണ്ട. എനിക്ക് അടുത്തൊരു തലത്തിലേക്ക് വരണം. എന്നാൽ ഈ അനുഭവം ഉണ്ടായിരുന്ന ശിഷ്യന്മാരോടൊക്കെ ചോദിക്കാം നമുക്ക്, നിങ്ങൾക്ക് യേശു കർത്താവ് ഉയർത്തെഴുന്നേൽക്കുമെന്ന് വിശ്വാസം ഉണ്ടായിരുന്നോ? മർക്കോസ് 16 അതിന്റെ 9 മുതൽ 11 വാക്യങ്ങൾ. അവൻ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ മറിയയാണ് യേശുവിനെ ആദ്യം കണ്ടയാൾ. മറിയ ചെന്ന് അപ്പോസ്തലന്മാരോട് പറയുക, യേശു ജീവിച്ചിരിക്കുന്നു. 11-ാമത്തെ വാക്യം, അവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൾ അവനെ കണ്ടു എന്നും അവർ കേട്ടാരെ വിശ്വസിച്ചില്ല. ഇതാരെ കുറിച്ചാ പറയുന്നത്? എടുത്തിരിക്കുന്നവരോട് പറ, അപ്പോസ്തലന്മാരെ കുറിച്ചാ പറയുന്നേ. ഇനി ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാവോ? ഞാൻ ഇന്നടുത്ത് പോയപ്പോ എൻ്റെ പാണ്ട് മാറിയെന്ന് നീ നാട്ടുകാരോട് പറഞ്ഞ അവർ വിശ്വസിക്കത്തില്ല. ഇന്നയാള് പ്രാർത്ഥിച്ചപ്പോ ക്യാൻസർ പോയെന്ന് പറഞ്ഞ അവർ വിശ്വസിക്കണമെന്നില്ല. ഹാർട്ട് ചുരുങ്ങിയിരുന്ന് ജന്മന ഉണ്ടായിരുന്നു, ഹാർട്ട് ചുരുങ്ങിയത് നേരെയായി എന്ന് പറഞ്ഞ ആര് കേൾക്കാനാ? നിങ്ങളെന്തൊന്നും മിണ്ടാത്തെ?
അവർക്ക് വിശ്വസിക്കാൻ പറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. കൂടെ നടന്ന ശിഷ്യന്മാർ പറഞ്ഞു, വി ഓൺ ബിലീവ് ഇറ്റ്. യേശു അവരോട് എത്രയോ പ്രാവശ്യം പറഞ്ഞെന്നറിയാവോ? 3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തും, 3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഉയർക്കും, 3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഉയർക്കും. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധയോടെ കേട്ടോണം. യഹൂദൻ മതസ്ഥരായ അവിടുത്തെ പ്രമാണിമാർക്ക് സംശയം ഉണ്ടായിരുന്നു ഇവൻ പറഞ്ഞ പോലെ പൊങ്ങുമെന്ന്. അതുകൊണ്ട് പിലാത്തോസിന്റെ അടുക്ക ചെന്നിട്ട് പറഞ്ഞു, ഇയാൾ എഴുന്നേക്കുമെന്ന വീരവാദം അടിച്ചിരിക്കുന്നേ, എഴുന്നേറ്റാൽ ഇപ്പൊ കൊന്നതിനേക്കാൾ ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായതിനേക്കാൾ പ്രശ്നമാകും. അതുകൊണ്ട് മുദ്രയിട്ട് നീ അവനെ ആ സീലടിച്ച് അതിനെ എന്ത് ചെയ്യണം, ഉറപ്പാക്കണമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് ആർക്ക് കുറച്ചും കൂടെ ചിന്തയുണ്ടായിരുന്നു? പറ. പരീശന്മാർക്കും യഹൂദന്മാർക്കും അല്ല, ജാതികളായ ആളുകൾക്കും യേശു ഉയർക്കുമെന്ന് ചിന്തയുണ്ടായിരുന്നു. കൂടെ നടന്നവന്മാര് പറഞ്ഞു, അത് നടക്കാൻ പോണ കാര്യമല്ല. ഒരു വാചകം കൂടെ വായിച്ചേ. നിങ്ങൾ സാധിക്കുന്നുവെങ്കിൽ ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 1 മുതൽ അവസാന വാക്യം വരെ വായിക്കണം. ഇന്ന് ഒരു പ്രാവശ്യം വായിക്കരുത്, പല പ്രാവശ്യം വായിക്കണം. കാരണം ഞാൻ ഈ വാക്യം വായിച്ചുകൊണ്ടിരിക്കും, 24-1 മുതൽ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറിയ കല്ലറയുടെ അടുക്കൽ ചെല്ലുക, കല്ലുരുണ്ടിരിക്കുക, 2 മിന്നുന്ന വേഷമുള്ള ആളുകൾ മറിയോട് സംസാരിക്കാൻ തുടങ്ങുക. ഞാനത് കണ്ടപ്പോൾ, ഞാനത് വായിച്ചപ്പോൾ ഞാൻ ലിറ്ററലി എൻ്റെ കണ്ണുകൊണ്ട് കാണുക ആ സംഭവിക്കുന്നതല്ല. നിങ്ങൾക്കും ആ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. മറിയ യേശുവിൻ്റെ കല്ലറയ്ക്കൽ ചെന്ന് ഈ അനുഭവങ്ങൾ ഉണ്ടായിട്ട് നേരെ വേഗത്തിൽ പത്രോസിന്റെ അടുക്കലും ശിഷ്യന്മാരുടെ അടുക്കലും വരുക. 11-ാമത്തെ വാക്യം നിങ്ങൾക്കൊന്ന് വായിക്കാം. ഈ വാക്ക് അവർക്ക് വെറും കഥ പോലെ തോന്നി. അവർക്ക് കേട്ടപ്പോ എന്തോ ഒരു കെട്ടിച്ചമച്ച കഥ പോലെ അവർക്ക് തോന്നിയത്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, സഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അനുഭവങ്ങളില്ലെങ്കിൽ ഇത് നിങ്ങൾക്കും ഒരു കഥയായിരിക്കും. ഇത്രയൊക്കെ അത് പറയാൻ ഒക്കത്തില്ല. അടുത്തിരിക്കുന്ന ഒരാളെ കൈ എടുത്തിട്ട് പറ, അനുഭവങ്ങളില്ലെങ്കിൽ ക്രിസ്തീയത എന്ന് പറയുന്നത് ഒരു കഥയാ. ഒരു പുരുഷനെ കൂടാതെ ഒരു സ്ത്രീ പ്രസവിക്കുന്നു, അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നു, ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്നു, മരിക്കുന്നു, 3-ാം ദിവസം എഴുന്നേൽക്കുന്നു. എല്ലാം ഒരു കഥയാ. ക്രിസ്ത്യാനിക്ക് ഇപ്പോഴും അത് കഥയാ. അനുഭവം ഇല്ലാത്തവർക്ക് അതിപ്പോഴും കഥയാ. പക്ഷേ അതിന് നടുവിലേക്ക് കർത്താവ് ഇറങ്ങി വന്നിട്ട് അനുഭവത്തെ കൊടുക്കുമ്പോഴാണ് ആ കഥ മാറിയിട്ട് അത് യാഥാർത്ഥ്യമാകുന്നേ. മറിയയ്ക്ക് ഇപ്പോൾ അത് കഥയല്ല. അവള് ഭിന്നുന്ന 2 വേഷമുള്ള ആളുകളുടെ നടുവിൽ യേശുവിന്റെ ലിനൻ ക്ലോത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നത് അവൾ കണ്ടതാ. അവൾ ഓടിയിട്ട് പറഞ്ഞു, ഞാൻ കണ്ടു. അവര് ചിരിച്ചോണ്ട് പറഞ്ഞു, എന്തോ ആടി പറയുന്നേ? നിങ്ങൾ ആ സീനെന്ന് ചിന്തിച്ചു നോക്കിയേ. പത്രോസിനൊരു ഡൗട്ട് കയറി അടിച്ചു. പത്രോസ് അപ്പോൾ തന്നെ എഴുന്നേറ്റു, ഓടി എവിടെ ചെന്നു? കല്ലറയ്ക്ക് ചെന്നു. പുള്ളിക്ക് ഇങ്ങനൊരു വിസിറ്റേഷൻ ഒന്നും ഉണ്ടായില്ല. പക്ഷേ ശവത്തിൽ ചുറ്റിയിരുന്ന ലിനൻ ക്ലോത്ത് അവിടെ ചുരുട്ടി വെച്ചിരിക്കുന്ന കണ്ടു. അവന് എന്തോ പന്തികേട് മനസ്സിലായി. നിങ്ങൾക്ക് എന്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? എന്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? 24-ാം അധ്യായം വീണ്ടും വിശദീകരിക്കുക, സംഭവങ്ങളെ ചുരുളടിക്കുക. ശിഷ്യന്മാരിൽ 2 പേർ ഇത് എമ്മാവൂസിലേക്ക് പോകുന്നു. അവരുടെ നടുവിൽ യേശു കൂടെ നടന്നു. യേശു അവരോട് സംസാരിക്കുന്നു. അവർക്ക് യേശുവിനെ മനസ്സിലായില്ല. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്നത് അവരും കേട്ടിട്ടുണ്ട്. പക്ഷേ യേശുവിനെ അവർക്ക് മനസ്സിലായില്ല. പക്ഷേ അന്ന് സത്രത്തിൽ വെച്ച് ആ അപ്പം നുറുക്കുന്നതോടുകൂടെ അവരുടെ കണ്ണു തുറന്നു. അത് യേശു വന്ന് അവർക്ക് മനസ്സിലായി. അവർ എമ്മാവൂസിലേക്കുള്ള പോക്ക് നിർത്തി നേരെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് പോയി. ശിഷ്യന്മാരുമായിട്ട് പത്രോസ് അന്ന് ആ സമയത്ത് പങ്കുവയ്ക്കുകയാ. പത്രോസ് പങ്കുവയ്ക്കുന്നതിന്റെ ഇടയിലേക്ക് ഇവരും ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങളും യേശുവിനെ കണ്ടു. ബാക്കി 11 പേരുടെ ഗതികേടൊന്ന് ചിന്തിച്ചു നോക്കിയേ. കൂടെ നടന്ന ആളുകൾക്ക് അങ്ങനെ ഒരു അനുഭവം ഇല്ല. പക്ഷെ എമ്മാവൂസിലേക്ക് പോയ 2 പേർക്ക് എന്ത് കേട്ടിരിക്കുവോ? മറിയയ്ക്ക് എന്ത് കേട്ടിരിക്കുവോ? Are you listening? പെട്ടെന്ന് അതിന്റെ നടുവിലേക്ക് യേശു വന്നിട്ട് പറഞ്ഞു, സമാധാനം. എന്നാ സീനൊന്ന് ചിന്തിക്കാമോ നിങ്ങൾക്ക്? ഞാൻ അവിടെ ഇരുന്ന് കർത്താവിനോട് പറഞ്ഞു, അത് പന്തിപക്ഷവാ. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഇതുവരെ നീ സമാധാനം വന്നിട്ട് നേരിട്ട് പറഞ്ഞിട്ടില്ല.
എന്നാൽ വിശ്വസിക്കാത്ത അവർക്ക് നേരിട്ട് എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കൂടെ നടന്ന് പറഞ്ഞിട്ട്, കൂടെ നടന്ന് ചെയ്തിട്ട് പോലും അവർക്ക് വിശ്വാസമില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ കാണാതെ വിശ്വസിക്കാൻ പറ്റുമെന്ന് പറയുന്നത്. സ്വർഗ്ഗം എന്നോടൊരു മറുപടി പറഞ്ഞു, എടാ നിന്റെ തലയിൽ കയറിയതല്ലടാ അത്, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. എന്റെ തലയിലുള്ള ചിന്തയല്ലേ അത്. ആ ചിന്തകൾ മറ്റാരൊക്കെയോ എന്റെ തലയിൽ ഫീഡ് ചെയ്തതാ. ഹീസ് റെഡി ടു റിവീൽ. അവനെ തന്നെ വെളിപ്പെടുത്താൻ റെഡിയാ. ആരെങ്കിലും എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറ. ശബ്ദമേർന്നൊരു ഹല്ലേലൂയ പറ. യേശുവിന്റെ ശിഷ്യന്മാരുടെ യോജകം, ശിഷ്യന്മാരിൽ എല്ലാവരും ആ സമയത്ത് ഉണ്ടായിരുന്നു? ഇല്ല. ദിദിമോസ് എന്ന തോമസ് അവിടെ ഇല്ല. കർത്താവ് ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോ തോമസ് ഇരിക്കുന്നതിന്റെ നടുവിലായിട്ട് പറഞ്ഞു, തോമസേ ആ കൈ നീട്ടി എന്നെ ഒന്ന് തൊടടാ, വലിയ ആവശ്യം ഉണ്ടായിരുന്നു, ബാക്കിയുള്ളവർ കണ്ടില്ലേ, നീ ഇനി കാണണ്ട, കാണാതെ വിശ്വസിച്ചാൽ മതി എന്ന് യോഹന്നാനോട്, തോമസിനോട് പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞ പോലെ വിട്ടാ പോരായിരുന്നു. യേശുവിന് മനസ്സിലായി, അനുഭവങ്ങൾക്ക് മാത്രമേ ചിലതിനെ പ്രസന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. യേശുവിന് അതറിയാമായിരുന്നു. നമ്മുടെ സഭയ്ക്കാണ് അത് മനസ്സിലാവാഞ്ഞത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദം ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾക്ക് എൻ്റെ കൂടെ വരാൻ പറ്റുന്നു? നിങ്ങളുടെ അകത്തേക്ക് കർത്താവ് ശിഷ്യന്മാരോട് അങ്ങനെ ചെയ്തുവെങ്കിൽ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ? എന്തുകൊണ്ട് എന്നോട് അങ്ങനെ ചെയ്തുകൂടാ? എന്തുകൊണ്ട് ദൈവം എനിക്കങ്ങനെ സന്ദർശിച്ചുകൂടാ? പെട്ടെന്ന് നിങ്ങളുടെ അകത്തേക്ക് ഒരു സംശയം വരാം, കർത്താവേ അത് തെരഞ്ഞെടുക്കപ്പെട്ടവർക്കല്ലേ? ശ്രദ്ധിക്കൂ, 1 കൊരിന്ത്യർ 15:3 മുതലുള്ള വാക്യങ്ങൾ അവിടെ എഴുതിയിരിക്കുക. യേശുവിന്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെട്ടതുപോലെ ആ ദിവസം 500ഓളം പേർക്ക് ഒരുമിച്ച് കർത്താവ് പ്രത്യക്ഷനായി. നിങ്ങളുടെ കയ്യടി കേട്ടിട്ട് എനിക്ക് ഇഷ്ടമായി കേട്ടോ. നിങ്ങൾ എൻ്റെ ഒപ്പത്തേക്ക് ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, 500ഓളം പേർക്ക് കർത്താവ് പ്രത്യക്ഷനായി. 500ഓളം പേർക്ക് കർത്താവ് പ്രത്യക്ഷനായി. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 13:30 ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവൻ തന്നോട് കൂടെ ഗലീലയിൽ നിന്ന് യെരൂശലേമിലേക്ക് വന്നവർക്ക് ഏറിയ ദിവസം പ്രത്യക്ഷനായി. He is ready to reveal. അവൻ റെഡിയാണ് പ്രത്യക്ഷനാകാൻ. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. ശബ്ദമേർന്നൊരു ഹല്ലേലൂയ പറ. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ എന്തുകൊണ്ട് നീ പ്രത്യക്ഷനായി? ഇനി ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ പ്രത്യക്ഷനായ ശിഷ്യന്മാരെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ നേരെ മീൻ പിടിക്കാൻ വീണ്ടും പോയി. അടുത്തിരിക്കുന്നവരോട് പറ. ഞാൻ ചിന്തിക്കാറുണ്ട്, ഇവന്മാരെന്തുവോ ഇത്രയും കർത്താവ് വെളിപ്പെട്ടിട്ടും ശിഷ്യന്മാരെന്തിനാ മീൻ പിടിക്കാൻ പോയി? ജിജോ നീ പോവായിരുന്നോ? കർത്താവ് 2 പ്രാവശ്യം 3 പ്രാവശ്യം വെളിപ്പെട്ടിട്ട് പത്രോസ് 3 പ്രാവശ്യം പത്രോസിനെ ആൾറെഡി കണ്ടു. എന്നിട്ട് ഇവനെന്ത് ചെയ്തു? പിന്മാറി മീൻ പിടിക്കാൻ പോയി. ഞാൻ ചോദിക്കാറുണ്ട്, കർത്താവ് വായി പറയട്ടെ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എനിക്കിന്നൊരു കാര്യം അറിയാം. ജീവനോടിരുന്ന സമയത്ത് ശിഷ്യന്മാർക്കൊരു കാര്യം അറിയായിരുന്നു, അവൻ അപ്പം വർദ്ധിപ്പിക്കാമായിരുന്നു. ജീവനോട് കൂടിയിരുന്നപ്പോൾ അവർക്കറിയാമായിരുന്നു, അവരെ പറഞ്ഞു വിട്ടപ്പോൾ അവർക്ക് ഭൂതങ്ങളെ പുറത്താക്കാൻ പറ്റി. ജീവനോടിരുന്നപ്പോൾ അവർക്ക് മനസ്സിലായിരുന്നു, യേശുവിനെ മരിച്ചവരെ ഉയർപ്പിക്കാൻ പറ്റി. അത് യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാരോട് പറയുക, വലയിറക്കുക എന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി എന്തു ചെയ്തോ അത് മരിച്ചിട്ട് ഉയർത്തതിന് ശേഷവും അവൻ പ്രത്യക്ഷമായി ചെയ്യുകയാണ്. എന്റെ പ്രതീക്ഷ ഞാൻ പറയട്ടെ, പെട്ടെന്ന് ആ അത്ഭുതം നടക്കുമ്പോൾ ശിഷ്യന്മാരുടെ അകത്തേക്ക് ഒരു കാര്യം വന്നു കാണും. യേശു പറഞ്ഞത്, ഞാൻ മരിച്ചതിന് ശേഷം ഉയർത്തതിന് ശേഷം ഞാൻ ചെയ്തത് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നതിന്റെ 1000 ഇരട്ടി ചെയ്യാൻ പോകുക. കാരണം ഞാൻ ഇവിടെ നിന്ന് അങ്ങ് പോകാൻ പോയാൽ, സ്വർഗത്തിലേക്ക് കടന്നാൽ, എന്റെ ഒപ്പത്തിയവർക്ക് കൈയടിക്കാം, ആമേൻ പറയാം. ഇവിടെ ഞാൻ നിങ്ങളെ കൊണ്ട് ഞാൻ ജീവനോടിരുന്നപ്പോൾ ചെയ്യിച്ചതല്ല, അതൊരു സാമ്പിൾ വെടിക്കെട്ടാണെങ്കിൽ അടുത്തിരിക്കുന്നവരോട് പറ, ഉയർത്തെഴുന്നേറ്റതിനു ശേഷം തൃശ്ശൂർ പൂരം വരാൻ പോവാ. ഒന്ന് കൈയടിച്ചോടെ ആമേൻ പറ. ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചത് ചെറുത് മാത്രമാ, എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ് പോയാൽ, ഞാൻ സ്വർഗത്തിൽ ചെന്നാൽ, ഞാൻ അവിടെ വാഴാൻ തുടങ്ങിയാൽ ഈ സ്ഥിതിയുടെ കളറ് മാറും.
ഈ രീതിയുടെ കളർ മാറും. നിങ്ങൾക്ക് വലിയ മനസ്സിലാകുന്നുണ്ടോ? എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറ. ഇവിടുന്ന് ഞാൻ പോയാൽ നിങ്ങൾ അധികം ചെയ്യാൻ തുടങ്ങും. കാരണം എന്തുവാ? ഇപ്പൊ ഞാൻ ചെയ്തതിനേക്കാൾ അധികം ഞാൻ അവന്റെ അടുത്ത് ചെന്നേ ചെയ്യാൻ പറ്റും. ഇവിടെ വെച്ച് തന്നെ കുഞ്ഞാടായിരിക്കുമ്പോൾ തന്നെ ഒരു ഭൂതവും അവന്റെ മുമ്പിൽ നിന്നില്ല എങ്കിൽ ഇപ്പോൾ അവൻ കുഞ്ഞാടല്ല, യഹൂദ ഗോത്രത്തിന്റെ സിംഹമായിരിക്കുമ്പോ ആരാ ഒന്ന് മുമ്പിൽ നിൽക്കുന്നേ? എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചു ആമേൻ പറ. അവൻ സാധാരണ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോ പോലും യേശുവിന്റെ അടുക്കൽ ഒരു ഭൂതവും നിന്നില്ല. എങ്കിൽ ഇപ്പോൾ അവൻ മനുഷ്യന് മാത്രമല്ല, മനുഷ്യപുത്രനല്ല, അവൻ ദൈവപുത്രൻ എന്ന പദവിയിലേക്ക്, രാജാധിരാജാവ് എന്ന പദവിയിലേക്ക് അവൻ ഉയർന്നു കഴിഞ്ഞു. എങ്കിൽ ഏത് ശക്തിയാ നിൽക്കുന്നത്? അബ്രഹാമിന്റെ അനുഗ്രഹത്തിന്റെ സ്റ്റാൻഡേർഡിൽ നിന്ന് ശിഷ്യന്മാരെ കൊണ്ട് അവൻ പറഞ്ഞയച്ച് ഭൂതങ്ങളെ പുറത്താക്കിയെങ്കിൽ ഇപ്പോൾ അവൻ ഇരിക്കുന്നത് ആ സ്റ്റാൻഡേർഡിലല്ല, രാജാധിരാജാവിന്റെ സ്റ്റാൻഡേർഡിലാണ് നിൽക്കുന്നതെങ്കിൽ ഞാൻ എത്രയധികം ചെയ്യണം? മർക്കോസ് 16 അതിന്റെ 19ഉം 20ഉം വാക്യങ്ങൾ നേരത്തെ വായിക്കുന്ന പോലെയല്ലേ ഇപ്പൊ എനിക്ക് അവിടെ എഴുതിയിരിക്കുന്നത്? അവർ പ്രസംഗിച്ചു. ആ വാക്യം ഒന്ന് വായിക്കുക. കർത്താവായ യേശു ഉയർത്തെഴുന്നതിന് ശേഷം 20ാമത്തെ വാക്യം വായിക്കേ. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചു. കണ്ടോ, ഞാൻ നേരത്തെ കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു എന്ന് വിചാരിക്കുന്നത് ഞങ്ങളിത് അനുഭവിക്കുന്ന അദൃശ്യമായ കരങ്ങളിലായിരുന്നു ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇപ്പോ എന്റെ ചിന്ത അങ്ങനെയല്ല. ഇപ്പൊ അങ്ങനെയല്ല. ഗലീലയുടെ തീരത്ത് ശിഷ്യന്മാർക്ക് മീൻ പിടിക്കാൻ വെളിപ്പെട്ട അതേ കർത്താവ് യേശു ഞാൻ ചെയ്യുന്ന ശുശ്രൂഷയുടെ ഒപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നു. നിയമം ശ്രദ്ധിക്കണേ. ചർച്ച അങ്ങനെ ഒരു ഡിഗ്രിയിലേക്ക് കടക്കാൻ പോവാ. ചർച്ച അങ്ങനെ ഒരു പ്രൊസിഷനിലേക്ക് കടക്കാൻ പോവാ. ചർച്ചിനി പോ ചെയ്യുന്ന രോഗശാന്തി അല്ല തോളി, യേശു തന്നെ മാനിഫെസ്റ്റഡ് ആകുന്ന, യേശു തന്നെ വെളിപ്പെടുന്ന ഒരു സീസൺ എഴുന്നേറ്റ് വരുന്നു. അവർ വചനം പ്രസംഗിച്ചു, യേശു അവരോട് കൂടെ പ്രവർത്തിച്ചു. ഞാനിപ്പോൾ യേശു പ്രവർത്തിച്ച രീതിക്ക്, എൻ്റെ ഉള്ളിൽ തോന്നുന്ന രീതിക്ക് മാറ്റം ഉണ്ടായി. ലിറ്ററലി അവരോട് കൂടെ യേശു ചലിച്ചു. നമ്മുടെ അകത്ത് എവിടെയോ കേറിക്കൂടിയ ചില തെറ്റായ ചിന്തകളുണ്ട്, അനുഭവങ്ങൾ വേണ്ട. അങ്ങനെയുള്ള സന്ദർശനം ചിലർക്കേ ഉള്ളൂ. അങ്ങനെയല്ല. നിങ്ങൾക്കെല്ലാവർക്കും അങ്ങനെ ഒന്ന് തരാൻ റെഡിയാ കർത്താവ്. ഐ എം സോ ഹാപ്പി. എനിക്ക് ഈ ജൂൺ ജൂലൈയിൽ നടക്കാൻ പോകുന്ന എന്താന്ന് ഒരു അവ്യക്തതയുള്ളൂ. പക്ഷേ ഇപ്പൊ ഹാർട്ട് എന്ന് പറയാം, ഇപ്പൊ എനിക്ക് വ്യക്തതയുണ്ട്. ജൂലൈ കൊണ്ട് നിന്നു പോകുന്നല്ല എന്റെ അർത്ഥം കേട്ടോ. ഈ മാസങ്ങളിൽ ദൈവം ചെയ്യാൻ പോകുന്ന, സഭയിൽ ദൈവം ചെയ്യാൻ പോകുന്ന അപ്ഗ്രേഡ് എന്താന്ന് എനിക്കെന്നറിയാം. Something supernatural is coming. ഒന്ന് ചാടി എഴുന്നേറ്റ് തുള്ളി ചാടിയിട്ട് പറ, Something supernatural is coming. Supernatural is coming. അസാധാരണമായത് വരുന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്തത് വരുന്നു. ഇതുവരെ അനുഭവിക്കാൻ കഴിയാത്തത് വരുന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്തത് വരുന്നു. ഞാൻ ഇന്തോനേഷ്യയിലെ ഒരു സഭയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. 1000-ഓളം പേര് അവിടെ ഉണ്ട്. പക്ഷെ അതിലെല്ലാവരും തന്നെ യേശു ദർശനത്തിൽ, വെളിപ്പാടിൽ യേശു ഡയറക്റ്റ് സംസാരിച്ചു വന്ന ആളുകളാ. എൻ്റെ ചർച്ചിലെ ആസിഫ് എന്ന് പറഞ്ഞൊരു സഹോദരനുണ്ട്. ചർച്ചിന്റെ ഒത്തിരി കാര്യങ്ങളെ സഹായിക്കുന്നൊരു കുടുംബം. ഇപ്പോഴും അദ്ദേഹം ബിസിനസ് ചെയ്യുക. പക്ഷെ നേരിട്ടൊരിക്കൽ വെളിച്ചമായൊരു മനുഷ്യൻ ചെന്നു അയാളുടെ അടുക്കൽ. ആർക്കും മാറ്റാൻ കഴിയാത്തവരെ മാറ്റാൻ നേരിട്ട് കൊടുക്കുന്ന ദർശനമുള്ളതാണ്.
Hallelujah. He is alive. He is alive. Something is going on. എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുക, കുറച്ചും കൂടെ പറയണമെന്നുണ്ട്. സോളി പറഞ്ഞു കാണുന്നു എൻ്റെ വിശ്വാസം. പക്ഷേ നമ്മുടെ അകത്ത് ഇങ്ങനെയുള്ളൊരു ചിന്തകളേ ഇല്ല. ശിഷ്യന്മാർക്ക് കർത്താവിൻ്റെ സന്ദർശനം ആവശ്യമായിരുന്നുവെങ്കിൽ എത്രയധികം നമുക്ക് അവൻ്റെ സന്ദർശനം ഈ കാലഘട്ടത്തിൽ വേണം. അടുത്തിരിക്കുന്നവരോട് ചോദിക്കേ, ശിഷ്യന്മാർക്ക് അവൻ്റെ സന്ദർശനം അന്ന് ആവശ്യമായിരുന്നുവെങ്കിൽ എത്രയധികം നമുക്ക് അവൻ്റെ സന്ദർശനം ആവശ്യമാണ്. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു നല്ല ഹല്ലേലൂയ പറ. വണ്ടർഫുൾ ജീസസ്. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് ദൈവം ഇടപെട്ടൊരു വാചകം പറയട്ടെ. നിങ്ങൾക്ക് ശ്വാസം പോകുമെന്ന് എനിക്കറിയത്തില്ല. ഒരു ഹല്ലേലൂയ പറയാമോ? യേശു കർത്താവ് 500 പേർക്ക് ഒരേപോലെ പ്രത്യക്ഷമായി. യേശു ആയിരിക്കുന്നത് പോലെയാ നമ്മൾ ഈ ഭൂമിയിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറയാമോ? കഴിഞ്ഞ ദിവസങ്ങളിൽ സോളി ഞാൻ യൂബർട്ട് ഏഞ്ചൽ എന്ന് പറഞ്ഞൊരു ദേവദാസൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ അദ്ദേഹം പറയുക, ഞാൻ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് UK അദ്ദേഹത്തിൻ്റെ അതേ ചർച്ചിലെ അതേപോലെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. 2 സ്ഥലത്ത് ഒരാൾ പ്രസംഗിക്കുന്നു. കേട്ടപ്പോൾ എനിക്ക് ശ്വാസം പോയി. ഞാൻ ചോദിച്ചു, അതെങ്ങനെ നടക്കും കർത്താവേ? യേശു എങ്ങനെ ആയിരിക്കുന്നു അതുപോലെയാ നിങ്ങൾ ഈ ഭൂമിയിലായിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ദഹിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഇത്രേ ഞാൻ പറയുന്നുള്ളൂ. ഇത് നിങ്ങൾക്ക് ദഹിക്കുമെന്ന് അറിയത്തില്ല. ഭയങ്കരമാണ്. ഇനി വരാൻ പോകുന്ന സീസൺ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. ഫിലിപ്പോസിനെ കാണാതായി എന്ന് പറയുന്നത് പോലെ ചിലൊരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ടഡ് ആകുന്നത് വ്യത്യസ്തമായ വിധത്തിലായിരിക്കും. We are there. നമ്മൾ അവിടെ. ഞാൻ ഈ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ഞാൻ ആരെയും കാണാനിരിക്കുന്നില്ല. ഞാൻ ഈ 3 ദിവസം വ്യത്യാസമായിട്ട് കുറച്ചേരം ഇരിക്കുക. 2 കാരണങ്ങൾ, സ്പിരിറ്റ് ഓഫ് വിസ്ഡവും സ്പിരിറ്റ് ഓഫ് നോളജും സഭയ്ക്കകത്ത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കാനിരിക്കുക. ഇപ്പം നമ്മുടെ ഇടയിൽ ഉണ്ടത്, പക്ഷെ ഇപ്പോൾ വരുന്നത് പോലെ അല്ല. അതിൻ്റെ ഒരു ഹയർ ഡയമെൻഷനിലേക്ക് വരാനായി പേടിക്കുന്നു. സ്പിരിറ്റ് ഓഫ് വിസ്ഡവും സ്പിരിറ്റ് ഓഫ് നോളജും അടുത്തൊരു ലെവൽ, ഇതുവരെ ഇല്ലാത്തൊരു ലെവലിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനും ഇരിക്കുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാമോ? ഉറപ്പ്, നിങ്ങളിൽ പലർക്കും സന്ദർശനം ഉണ്ടാവും. ഞാനൊരു കാര്യം ഗ്യാരണ്ടീഡ് ആയിട്ട് തോന്നുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാറുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്നത് ഈ മാസം നടക്കും, ഇന്നത് അടുത്ത മാസം നടക്കും എന്ന് ഞാൻ ചുമ്മാ പറയുന്ന സ്വഭാവം എനിക്കില്ലെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ? അത്ര ഉറപ്പ് കർത്താവ് അങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞെങ്കിൽ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ഏറ്റെടുക്കത്തുള്ളൂ. കാരണം നമ്മൾ പറഞ്ഞിട്ട് വീഴായി പോവല്ലേ. ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയാം, ഈ മാസങ്ങൾ ചിലർ സന്ദർശിക്കപ്പെടും. ഡൗട്ടേ ഇല്ല. അതിന്റെ സീസണിലാണ് നമ്മൾ നിൽക്കുന്നത്. ഞാനിത് പറയുമ്പോൾ തന്നെ എന്നെ കാണിക്കുന്നത് എന്നാന്നറിയോ? എന്നെ കാണിക്കുന്നത് ഒരു കൂട്ടം ദൂതന്മാർ ഈ ഹോളിൽ നിൽക്കുന്നു. എന്നെ കാണിക്കുന്ന അടുത്ത വെളിപ്പാട്, ചിലരുടെ കൈകളിൽ ചിലർ സ്ക്രോളുകൾ ഇരിക്കുന്നു. കർത്താവിനോട് പറയുന്നു ശുശ്രൂഷകളുടെ സ്ക്രോളുകൾ, അവരെന്താണ് ചെയ്യേണ്ടതെന്ന് എഴുതിയ സ്ക്രോളുകൾ നിങ്ങളുടെ കൈകളിൽ ഈ ദിവസങ്ങളിൽ ദൈവം ഏൽപ്പിക്കാൻ പോകുന്നു. എനിക്ക് ഒരു ഏഞ്ചലിനെ കാണാം. റിസ്റ്റോറേഷൻ ഏഞ്ചലാണത്. നിങ്ങളെ പലരെയും റിസ്റ്റോർ ചെയ്യാനായി പോകുന്നു. എനിക്കൊരു ഏഞ്ചലിനെ കാണാം. ആ ഏഞ്ചലിന്റെ പ്രത്യേകത ഞാൻ പറയാം. അവർ കിടക്കുന്ന താഴെയുള്ള തടിത്തട്ടിൽ നിന്ന് ചിലരെ എടുത്തിട്ട് ഹല്ലേലൂയ അടുത്തൊരു പ്രതലത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഞാൻ നിങ്ങളോടൊരു വാചകം പറയട്ടെ, ഇത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഈ വർഷം പരിശുദ്ധാത്മാവിനോട് പറഞ്ഞത് സറാഫീവുകൾ എന്ന് പറഞ്ഞ സറാഫുകൾ ദൈവദാസന്മാരെ സന്ദർശിക്കുന്ന വർഷമാണിത്. അത് നിങ്ങളോട് പറയേണ്ടാത്ത കാര്യമോ? ഞാനൊന്നും കൂടെ പറയാം. സെറഫുകൾ ദൈവരാജ്യത്തിലുള്ള കർത്താവിന്റെ വേല ചെയ്യുന്ന ആളുകളെ സന്ദർശിക്കാൻ പോവുക.
ഞാൻ ആ ചോദ്യത്തിനകത്ത് ഒരു ചോദ്യം ചോദിച്ചു, വായി. സ്വർഗ്ഗനോട് പറഞ്ഞു, യെശയ്യാവ് അടുത്ത ലെവലിലേക്ക് വന്നതുപോലെ സെറാഫുകൾ ചിലരെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുവരാൻ പോവാ. എനിക്ക് തോന്നുന്നു ഈ വർഷം ആരംഭത്തിലുള്ള കാര്യം ഞാൻ 6-ാം മാസമാ പറയുന്നേ. ഈ വർഷം ആരംഭത്തിൽ പറയേണ്ട കാര്യം ഞാൻ ഈ 6-ാം മാസമാ പറയുന്നേ. അതിന്റെ കാരണം ഞാൻ പറയാം. ഈ മാസം ചിലരത് അനുഭവിക്കാൻ പോകുക. യൂട്യൂബിൽ കാണുന്ന ആളുകൾ ചിലരെ സെറാഫുകൾ സന്ദർശിക്കാൻ പോകുന്നു. ഞാൻ ഒന്നും കൂടെ പറയാം, ചിലരെ സെറാഫുകൾ സന്ദർശിക്കാൻ പോകുന്നു. ജോഹ, നിന്റെ അടുക്കൽ ആ സന്ദർശനമുണ്ട്. അതുകൊണ്ട് അതിന്റെ നാവും വായും പെരുത്തതുപോലെ നിനക്ക് തോന്നി കാണും. അത് നിന്റെ നാവിനെ തൊട്ടതാ, നിനക്കത് മനസ്സിലായില്ല. അത് അടുത്ത ലെവൽ വരുമ്പോ നിനക്ക് നിൽക്കാൻ കഴിയത്തില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഹോളിന്റെ ഇവിടെ ഒരു സെറാഫിൽ നിൽക്കുന്ന എനിക്ക് കാണാം. ഈ സെറാഫീമിന്റെ രൂപം ഞാൻ പറയാം. തീ കൊണ്ടൊരു നാളം പോലെ, തീ കൊണ്ടൊരു ജ്വാല പോലെ, തീ കൊണ്ടൊരു വള്ളി നിൽക്കുന്നത് പോലെ ചിലർക്ക് അവൻ വെളിപ്പെടുകയാണ്. ചിലരെയും കൂടെ ദൈവം ഇപ്പോൾ സന്ദർശിക്കട്ടെ. ചിലരെയും കൂടെ ഇപ്പോൾ ദൈവം സന്ദർശിക്കട്ടെ. ഞാൻ നിങ്ങളോട് പറയാം, ഈ ഗ്രൂപ്പിൽ ഒരു സന്ദർശനമുണ്ട്. ഈ ഗ്രൂപ്പിൽ ഒരു സന്ദർശനമുണ്ട്. ഈ ഗ്രൂപ്പിൽ ഒരു സന്ദർശനമുണ്ട്. ചിലരെ ദൈവം സന്ദർശിക്കുന്നു. ചിലരെ ദൈവം സന്ദർശിക്കുന്നു. മഹാസിനോ രഹാസിനോ ലിനനമനഹസോ റദിനമനഹസോ ചിടിനമനഹസോ ലിനമനഹസോ. ചില ആളുകൾ പുതിയ ലെവൽ ഓഫ് വിശുദ്ധീകരണത്തിലേക്ക് വരും. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഓർമ്മിക്കുന്നു, ഞാൻ ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ ഞാൻ ഒരു പ്രതലത്തിലേക്കും കൂടെ വിശുദ്ധീകരണത്തിലേക്ക് വന്നു. അത് പേഴ്സണലാ. നിങ്ങൾ ചിന്തിക്കരുത് ഞാൻ വ്യഭിചാരം ചെയ്യാൻ പോയതാന്ന് കേട്ടോ. അങ്ങനെ ചിന്തിച്ചു കളയല്ലേ. അതൊക്കെ തല്ലിപ്പൊളി കാര്യങ്ങളാ. അത് തലയിൽ കൂടെ പോലും വരത്തില്ല. ഞാൻ പറഞ്ഞത് എൻ്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ഒരിക്കൽ പോലും സിന്ന എന്ന് തോന്നാത്ത കാര്യങ്ങൾ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സന്ദർശനങ്ങൾ ഉണ്ടാകുക. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ദൈവിക സന്ദർശനം ഓരോ പ്രാവശ്യം ഉണ്ടാകുന്നതോറും ഓരോ സന്ദർശനവും, ഞാൻ വാചകം പറയട്ടെ, ഓരോ വിശുദ്ധീകരണമാണ്. അതുകൊണ്ട് വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്ന് പറഞ്ഞു. സന്ദർശനം ഉണ്ടായി എന്ന് പറയുന്ന ആളുകൾ വിശുദ്ധീകരിക്കപ്പെടുന്നില്ല എങ്കിൽ ഐ ഹാവ് എ ഡൗട്ട്. സന്ദർശനം ഉണ്ടായവർക്ക് ആ പഴയ പോലെ ജീവിക്കാൻ ഒക്കത്തില്ല, പറ്റത്തില്ല. ഓരോ സന്ദർശനം, ഓരോ വിസിറ്റേഷനുകളും ഓരോ വിശുദ്ധീകരണമാണ്. അടുത്തിരിക്കുന്നവരോട് പറ, ഓരോ സന്ദർശനവും ഓരോ വിശുദ്ധീകരണമാണ്. ആ കണ്ണുകളടച്ചേ, ആ കാര്യങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഓരോ സന്ദർശനവും ഓരോ വിശുദ്ധീകരണമാണ്. നിങ്ങളോട് എപ്പോഴെങ്കിലും ദൈവം ചിലതിനെ മാറ്റാൻ പറയുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം a visitation is very closer to you. ചിലതിനോട് നോ എന്ന് പറയാൻ ദൈവം നിങ്ങളെ നിർബന്ധിക്കുന്നുവെങ്കിൽ ഒരു സന്ദർശനം നിന്റെ അടുക്കൽ നിൽക്കുന്നു. അത് വളരെ അടുക്കലാണ്, വളരെ അടുക്കലാണ്. അതിനോട് നിങ്ങൾ യെസ് എന്ന് പറഞ്ഞ ആ നിമിഷം സ്വർഗം അതിന് മേൽ നിയന്ത്രണമെടുക്കും. ആൻസി, ദൈവം നിന്നെ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നു.
Father, thank you very much for the wonderful day. ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു അപ്പാ. എന്നോട് നീ സംസാരിച്ചത് ഞാൻ ഇവരോട് പങ്കുവെച്ചു. ഇവരിൽ അത് മാനിഫെസ്റ്റഡ് ആകട്ടെ അപ്പാ. നീ അങ്ങനെ ചെയ്യുന്ന ആ വലിയ കൃപയ്ക്കായി ദയക്കായി നന്ദി അപ്പാ. In Jesus' name. Amen. ഈ സമയത്ത് ഒത്തിരി പേര് ദർശനങ്ങൾ കണ്ടു കാണും. ദർശനങ്ങൾ കണ്ടുവരുന്ന കരങ്ങൾ ഉയർത്തിക്കേ. ദർശനങ്ങൾ കണ്ടുവരുന്ന കരങ്ങൾ ഉയർത്തിക്കേ. എന്തെങ്കിലും ആത്മാനുഭവങ്ങൾ കണ്ടുവരുന്ന കരങ്ങൾ ഉയർത്തിക്കേ. അവർ കരം ഉയർത്തി കാണിച്ച്. അനുഭവങ്ങളുണ്ടായവർ, ദർശനങ്ങളുണ്ടായവരെന്ന് കരം ഉയർത്തിക്കേ. കാണണ്ട, അരക്കൈ കാക്കൈയല്ല. ഓക്കെ, താങ്ക് യു വെരി മച്ച്. കർത്താവ് നിങ്ങളെ കൂടുതൽ കൂടുതലായി അനുഭവിക്കട്ടെ.